നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞു. തൊഴിലുറപ്പുകാരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് സുധ എനിക്ക് മധുരം കൊടുത്തിട്ടാണ്. മധുരമുണ്ട് ഞങ്ങളുടെ സുധ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. മഞ്ഞപ്പൊടി ഇട്ട് കഴിച്ചുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം. എനിക്ക് മഞ്ഞപ്പൊടി ഇട്ട് കഴിച്ചിട്ട് വലിയ പക്ഷെ നല്ലതാണ് മഞ്ഞപ്പൊടി ഇട്ട് കഴിക്കുന്നത്. എനിക്ക് മധുരക്കിഴങ്ങ് ഓൾമോസ്റ്റ് ചമ്മന്തി കൂട്ടാത്ത ശ്രുതി ഇന്ന് മധുരക്കിഴങ്ങ് ചമ്മന്തി വാരി തിന്നാണ്. ഇന്ന് അവൾക്ക് തരുവില്ല. ഇന്ന് എനിക്ക് ചമ്മന്തി തികയൂല. കാന്തര ചമ്മന്തിയാണ്. പിന്നെ പൊറോട്ടി സാമ്പാറുണ്ട്. നമ്മുടെ റബ്ബർ വെട്ടുന്ന മറ്റേ ചേട്ടൻ നമുക്ക് കൊണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. നമ്മള് ഇന്ന് ചേട്ടൻ താമസിച്ച് വെട്ടി സമയം ഉണ്ടായില്ല, താമസിച്ച് പോയി വെട്ടിയത്. അതുകൊണ്ട് നമുക്ക് രാവിലത്തേക്ക് ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു തന്നതാണ്. പിന്നെ കൈസ് ശ്രുതി വെറും പേരുത്തൂരാണ്. അത് വേറൊരു കാര്യം കേട്ടോ. തൊഴിലുറപ്പാട് സ്ഥലം നന്നാക്കാൻ വേണ്ടി വന്നിട്ട് 30 സെന്റ് കൂടുതലുമായിട്ട് ഒച്ചപ്പാട് മേളായിരുന്നു. അപ്പൊ ശ്രുതി അവസാനം എടുത്ത് പറഞ്ഞാൽ നിങ്ങൾ പകുതി ശരിയായിരുന്നുണ്ട് ഒഴിവാക്കി പറഞ്ഞു. ശരിക്കും 30 സെന്റ് ഇല്ല. ഇത് 1.5 സെന്റ് ശ്രുതിയുടെ ചേച്ചി ഓൾറെഡി കട്ടുകൊണ്ട് പോയി. ആപ്പാട് 28 സെന്റ് സ്ഥലമുള്ളൂ. അത് വൃത്തിയാക്കാൻ വന്നിട്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റത്. തൊഴിലുറപ്പാട് എല്ലായിടത്തും കള്ളന്മാരാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. കാരണം ഞാൻ ഒരുപാട് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ചൊക്കെ. പക്ഷെ നമ്മുടെ മുമ്പിൽ വൃത്തിയാക്കാൻ വന്നപ്പോഴാണ് സംഭവം മനസ്സിലാക്കുന്നത്. അല്ലെ തേങ്ങ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അപ്പൊ ഇത് പറഞ്ഞപ്പോ വേറൊരു ചേട്ടൻ പറഞ്ഞ് കാശുള്ളവർ വീട്ടിൽ പോയി ചെയ്യാൻ അവർക്ക് ഒരു മടിയില്ല, എല്ലാം ചെയ്തു കൊടുക്കും. പാവപ്പെട്ട വീട്ടിലൊന്ന് ചെയ്യുമ്പോഴാണ് അവർക്ക് ഭയങ്കര മടി, പല പണി ചെയ്യാൻ മടി എന്ന് പറഞ്ഞു. അതിപ്പോ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ അപ്പുറത്തെ ചേട്ടനായാലും പറഞ്ഞു. അപ്പൊ 30 സെന്റ് സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് പാസ്സായി കിട്ടുന്നത്. അപ്പൊ